തൃണമൂൽ കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPM-ഉം ഗുരുതരമായ ആരോപണമാണ് അവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർക്കെതിരായിട്ട് ഉന്നയിച്ചത്. എന്താ ഗുരുതരമായ ആരോപണം? വ്യാപകമായ തോതിൽ SIR-ൽ നിന്ന് വോട്ടുകൾ നീക്കം ചെയ്തു എന്നാണ് ആരോപണം. ഗുരുതരമായ ആരോപണം, രാഷ്ട്രീയ ആരോപണമായിരുന്നു. അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ഇവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ കുറിച്ച് ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? ഇപ്പോൾ പറയുന്ന BJP-ക്ക് ഉണ്ടായിരുന്നോ? CPM-നുണ്ടായിരുന്നോ? അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്തത് ഗവൺമെന്റാണ്, അന്നത്തെ ഗവൺമെന്റാണ്. CPM നേതൃത്വം കൊടുത്ത ഗവൺമെന്റാണ് അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്തത്. അതിലെന്താ അവിടുത്തെ ഇവിടെ ആകെ കംപ്ലൈന്റ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്നാണ്. ചില പരാതികൾ അദ്ദേഹത്തിന്, അത് വ്യക്തിപരമായ പരാതിയല്ല, ഇലക്ഷന്റെ കാര്യത്തിലുള്ള ചില പരാതികൾ, അത് അദ്ദേഹം പൊളിറ്റിക്കൽ പാർട്ടികളുടെ എല്ലാം മീറ്റിംഗ് കൂടി അതെല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴേക്ക് ഏറ്റവും കൂടുതൽ കത്ത് കൊടുത്തിരിക്കുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാനായിരുന്നു അന്ന് കൊടുത്തിരുന്നത്. വല്ലാതെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും അദ്ദേഹത്തിനെതിരായിട്ട് അദ്ദേഹം ഇലക്ഷൻ മാനിപ്പുലേറ്റ് ചെയ്തെന്നോ, അദ്ദേഹമാണ് ഞങ്ങളെ ജയിപ്പിച്ചത്, UDF-ന് 102 സീറ്റ് മേടിച്ച് തന്നത് ഈ രത്തൻ കേൽക്കറാണ്. എന്തൊരു തമാശയാണ് കേരളത്തിൽ നടക്കുന്നത്, എന്തൊരു തമാശയാണ്. പിണറായി ഗവൺമെൻറ് പാനൽ കൊടുത്ത അതിൽ നിന്നാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഇദ്ദേഹത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറാക്കിയത്. പിണറായി ഗവൺമെൻറ് അദ്ദേഹത്തെ പാനലിൽ പെടുത്തിയത് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ച് UDF-ന് 102 സീറ്റ് മേടിച്ചു കൊടുക്കാനാണ്. ഇതിനേക്കാൾ വലിയ തമാശയുണ്ട് ഇതൊക്കെ ചർച്ച ചെയ്യുന്നതിന്. എനിക്ക് എല്ലാവരോടുള്ള അഭ്യർത്ഥന, കുറച്ചുകൂടി കൺസ്ട്രക്റ്റീവായിട്ടുള്ള, ക്രിയേറ്റീവായിട്ടുള്ള, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യേ. ഞങ്ങളെ വിമർശിച്ചോ? എനിക്കിപ്പോഴും നിങ്ങൾ ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുക എന്നോട്, സംശയം, നിങ്ങളുടെ സംശയം ചോദിക്കും ഈ വിഷയത്തിൽ. എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്, എന്താണെന്ന് ചോദിക്കും. ഭരണകക്ഷി നിയമിച്ചാണ്, അന്നത്തെ ഭരണകക്ഷി പിണറായി സർക്കാരിൻ്റെ പ്രപ്പോസലാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ വെച്ചിട്ട് അദ്ദേഹത്തെ അംഗീകരിച്ച്. CPM അദ്ദേഹത്തെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടോ? പ്രതിപക്ഷമായ ഞങ്ങളല്ലേ പറയേണ്ടത്. ഞാനാണ് ഏറ്റവും കൂടുതൽ കത്തുകൾ അദ്ദേഹത്തെ അയച്ചത്. അതെല്ലാം അദ്ദേഹം നല്ല ട്രാക്ക് റെക്കോർഡുള്ള വിവിധ വകുപ്പുകൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രിയുടെ കീഴിൽ അല്ലേ, സെക്രട്ടറി IT ആയിട്ടുണ്ട്, സെക്രട്ടറി എൻവയോൺമെന്റ് ആയിട്ടുണ്ട്, സെക്രട്ടറി പ്ലാനിംഗ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ് ആയിട്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ കീഴിൽ അദ്ദേഹത്തിന്റെ വകുപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സെക്രട്ടറി ടാക്സസ് ആയിട്ടും GST കമ്മീഷണറായിട്ടും അന്നത്തെ ധനകാര്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് കൂടി വേണ്ടേ? ഞാൻ ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യല്ലേ. ടാക്സസ് കമ്മീഷണറും സെക്രട്ടറി ടാക്സസും ആയിരുന്നു അദ്ദേഹം. എന്തായി വേറെ ഇങ്ങനത്തെ തമാശകൾ ഞാൻ ഈ അടുത്ത ജയിച്ചതിന് ശേഷം ആദ്യം കേൾക്കുന്ന തമാശയാണിത്. ഭയങ്കര തമാശയാണ്, ഭയങ്കര ചർച്ച. എന്താണെന്നൊരു പിടിയിട്ടുണ്ട് ഇത്. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.